ദശകം 20 ശ്ലോകം 5. ഇന്ദ്രസ്തദുത്കർഷകൃതാദമർഷാത് വവർഷനാസ്മിന്നജനാഭവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേനദ്വദധാസു വർഷം. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. ഇന്ദ്രഃ ത്വത് ഉത്കർഷ കൃതാത് അമർഷാത്. ഇന്ദ്രസ്ത്വദുത്കർഷകൃതാദമർഷാത്. ഇന്ദ്രഃ ത്വത് ഇന്ദ്രസ്ത്വത് ഉത്കർഷ ഇന്ദ്രസ്ത്വദുത്കർഷ കൃതാദമർഷാത് കൃതാത് അമർഷാത്. വവർഷ ന അസ്മിൻ അജനാഭ വർഷേ. വവർഷ ന അസ്മിൻ വവർഷ നാസ്മിൻ അജനാഭവർഷേ. വവർഷ നാസ്മിൻ അജനാഭവർഷേ. നാസ്മിൻ അജനാഭ അതൊരുമിച്ച് വരുമ്പോഴത്തേനും നാസ്മിൻ പ്ലസ് അജനാഭ. നാസ്മിൻ അജനാഭവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്ത്യാ. യഥാ തഥാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷം ഏനത് വ്യദധാഹ സുവർഷം. സ്വവർഷമേനദ്വദധാസു വർഷം. സ്വവർഷം ഏനതാണ്, അതാണ് സ്വവർഷമേനദ്. വ്യദധാണ് വ്യദധാഹ, അതാണ് ഒരുമിച്ച് വരുമ്പോഴത്തേനും സ്വവർഷമേനദ്വദധാസു വർഷം. അത് ചൊല്ലാനായിട്ട് ദ്വ എന്നൊക്കെ എടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് വരികയാണ്. സ്വവർഷമേനദ്വദധ ഒരുമിച്ച്. പക്ഷെ സ്വവർഷമേനതെന്ന് എഴുതിട്ട് പിന്നെ ഒരു പോസ് കൊടുത്തിട്ട് വെദത എന്ന് പറയരുത്. ഒരുമിച്ച് സ്വവർഷമേനദ്വദധാസു വർഷം അങ്ങനെ പറയാം. ഇന്ദ്രസ്ത്വദുത്കർഷകൃതാദമർഷാത് വവർഷനാസ്മിന്നജനാഭവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേനദ്വദധാസു വർഷം. ശ്ലോകം 5 അന്വയവും അർത്ഥവും നോക്കാം. ശ്ലോകം 4 നമ്മൾ പറഞ്ഞു, ആ ഭഗവാൻ തന്നെയായിട്ടാണ്, ഭഗവാന്റെ അവതാരമായിട്ടാണ് ഋഷഭദേവൻ അവതരിച്ചത്. അപ്പം അദ്ദേഹത്തിന് രാജ്യഭാരം ഏൽപ്പിച്ചു. അച്ഛനും അമ്മയും കൂടെ വനവാസത്തിന് പോയി. അപ്പോൾ ത്രിലോകിഭൃത്തായിരിക്കുന്ന ആ ഋഷഭദേവനാണ്, ഭഗവാനാണ് ഋഷഭദേവനായിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് രാജ്യഭാരം ഒന്നുമല്ല, വളരെ അനായാസമാണ്. അപ്പം അങ്ങനെ രാജ്യം ഭരിക്കുന്ന ഋഷഭദേവനെ കണ്ടിട്ട് ഇന്ദ്രന് അസൂയ തോന്നി. അപ്പോൾ ഇന്ദ്രന് പോലും അസൂയ തോന്നത്തക്ക വണ്ണമായിട്ടുള്ള ആ ഉത്കൃഷ്ടമായിരുന്നു ഋഷഭൻ്റെ രാജ്യഭാരം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം യഥാ ഇന്ദ്രഃ ത്വദുത്കർഷ കൃതാത് അമർഷാത്. യഥാ ഇന്ദ്രഃ എപ്പോൾ ഇന്ദ്രൻ നിന്തിരുവടിയുടെ ആ ഉത്കർഷം കൊണ്ടുണ്ടായ സ്പർദ്ധയാൽ, എന്ന് വെച്ചാൽ ആ രാജ്യം ഭരിക്കുന്നത്, ആ രാജ്യത്തിൻ്റെ ആ ഉന്നതി, ആ ഭരിച്ചപ്പോൾ ഉണ്ടായ ഉന്നതി കണ്ടിട്ട് ഇന്ദ്രന് ഭയങ്കര സ്പർദ്ധയുണ്ടായി, അസൂയയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് അതാണ് പറയുന്നത് യഥാ ഇന്ദ്രഃ ത്വത് ഉത്കർഷകൃതാത് അമർഷാത്. ആ നിന്തിരുവടി ഉത്കർഷം കൊണ്ടുണ്ടായ സ്പർദ്ധയാൽ, ആ പുരോഗതി കൊണ്ടുണ്ടായിട്ടുള്ള ആ സ്പർദ്ധ കാരണം അസ്മിൻ അജനാഭവർഷേ ന വവർഷ. അസ്മിൻ ഈ അജനാഭവർഷത്തിൽ മഴ പെയ്യിച്ചില്ല. അജനാഭവർഷം എന്ന ആ ഭൂഖണ്ഡത്തിലാണ് ഋഷഭൻ, ആ രാജ്യത്തിലാണ് ഋഷഭൻ രാജ്യം ഭരിച്ചിരുന്നത്. അപ്പോൾ ആ ഇന്ദ്രനാണല്ലോ മഴ പെയ്യിക്കുന്നത്. ഇന്ദ്രൻ എന്തു ചെയ്തു? എന്നാൽ നിനക്കിട്ടൊരു പണി തരാം എന്ന് വിചാരിച്ചിട്ട് അജനാഭവർഷത്തിൽ മാത്രം മഴ പെയ്യിച്ചില്ല. മഴ പെയ്യിച്ചില്ലെങ്കിൽ എന്തു പറ്റും? കൃഷിയോ ഭൂഖണ്ഡം എല്ലാം നശിച്ചു പോകത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇന്ദ്രൻ അങ്ങനെ ചെയ്തത്. തഥാത്വം വവർഷ എന്ന് പറഞ്ഞാൽ മഴ പെയ്യിച്ച്, ന വവർഷ എന്ന് പറഞ്ഞാൽ ന വവർഷ മഴ പെയ്യിച്ചില്ല എന്നാണ് അർത്ഥം. തഥാത്വം ഏനത് സ്വവർഷം. അപ്പോൾ എന്തു ചെയ്തു? തഥാത്വം അപ്പോൾ ത്വം എന്ന് പറഞ്ഞാൽ ഋഷഭദേവനായ നിന്തിരുവടി
അജനാഭം എന്ന സ്വന്തം ഭൂഖണ്ഡത്തെ സ്വയോഗശക്തിയ സുവർഷം വ്യദധാഹ, തൻ്റെ യോഗബലം കൊണ്ട് ധാരാളം മഴയുള്ളതാക്കി തീർത്തു. ഭഗവാൻ തന്നെയല്ലേ ഋഷഭനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു മഴ പെയ്യിക്കാനാണോ ഭഗവാൻ ഇത്ര പ്രയാസം? അപ്പം ഇന്ദ്രൻ അത് കരുതിയിട്ടില്ല. ഇന്ദ്രൻ്റെ കുശുമ്പ് തീർക്കുക, ഇന്ദ്രന് അസൂയുണ്ടല്ലോ, അത് തീർത്തതാണ്. പക്ഷേ ഭഗവാന്റെ അടുക്കലാണോ കളി? അപ്പോൾ തൻ്റെ യോഗബലം കൊണ്ട് ധാരാളം മഴയുള്ളതാക്കി തീർത്തു. അപ്പോൾ അങ്ങയുടെ അഭ്യുന്നതിയിൽ അസൂയാലുവായ ഇന്ദ്രൻ അങ്ങയുടെ രാജ്യമായ അജനാഭവർഷത്തിൽ മഴ പെയ്യിച്ചില്ല. അപ്പോൾ അങ്ങ് സ്വന്തം യോഗമായയാൽ രാജ്യത്ത് സമൃദ്ധമായ മഴ പെയ്യിച്ചുവല്ലോ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഇന്ദ്രസ്ത്വദുത്കർഷകൃതാതമർഷാത് വവർഷനാസ്മിന്നജനാഭവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേനദ്വ്യദധാസു വർഷം.